everyone, it's me Savita Charles from Puthinens. നമ്മൾ ഇന്ന് കാണുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള കളറിൽ തന്നെ ഫ്ലോറൽ പാറ്റേണിലുള്ള ഡിസൈനോട് കൂടെ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. പ്രൈസ് വന്നിരിക്കുന്നത് 119 ആണ്. 44 ഇഞ്ച് വിഡ്ത്ത് ആണ് കേട്ടോ. ഓരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ കാണുന്നത് ഒരു ക്രീമിഷ് ആയിട്ടുള്ള കളറിലാണ് ബേസ് കളർ പോകുന്നത്. ഇതിനകത്ത് ബൂട്ട പോലത്തെ പ്രിന്റ് ആണ് കേട്ടോ. ചെറിയ ചെറിയ പ്രിന്റ് ആണ്, ചെറിയ ചെറിയ പൂക്കളിന്റെ ഒരു പ്രിന്റ് ആണ്. ഒരു പ്ലാന്റിന്റെ ഒരു പാർട്ട് പോലത്തെ ഒരു പ്രിന്റ് ആണ് കേട്ടോ. ഇത് കാണുന്നത് ഒരു ലാവൻഡർ ഷെയ്ഡിലുള്ള പ്രിന്റ് ആണ്, സ്ക്രീൻ പ്രിന്റ് ആണ്. ഫാബ്രിക് 60s by 60s ആയിട്ടുള്ള ക്യാമ്പ്രിക് കോട്ടൺ ആണ്. നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഈ ഡിസൈൻ വരുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറിലാണ് ഇത് വന്നിട്ടുള്ളത്. ക്ലോസ് വ്യൂ കാണിക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ഡിസൈൻ എങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലാകും. നമ്മൾ ഇന്ന് കാണുന്ന 4 ഡിസൈനിൽ ഇത് മാത്രമാണ് ഒരു ഡിസൈൻ ആയിട്ട് വന്നിട്ടുള്ളത്. മറ്റത് മുഴുവൻ ഇനി കാണാൻ പോകുന്നതെല്ലാം തന്നെ ഒരു ഡിസൈനിന്റെ 3 കളേഴ്സ് ആണ് കേട്ടോ. ഇതിനകത്ത് വേറെ ചോയ്സ് ഇല്ല, ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ. ഇനി കാണുന്നത് 3 കളറിലാണ് വരുന്നത്, ഇനി കാണുന്ന പ്രിന്റ് വരുന്നത്. കണ്ടു നോക്കാം. നെക്സ്റ്റ് വൺ കാണുന്നത് കുറച്ചും കൂടെ ക്രീം ആയിട്ടുള്ള ബേസ് കളറിനകത്തേക്ക് യെല്ലോ കളറിലുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ്. ഒരു ചെടിയുടെ റൂട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ള പാർട്ടിന്റെ ഒരു പ്രിന്റ്, സ്ക്രീൻ പ്രിന്റ് ആണ്. നമുക്ക് വിഷുവിനൊക്കെ വെയർ ചെയ്യാവുന്ന പോലത്തെ തരത്തിലുള്ള ഡിസൈനിലാണ്. നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനൊക്കെ വെയർ ചെയ്യാവുന്ന പോലത്തെ ഡിസൈനിലാണ് ഇത് വന്നിട്ടുള്ളത്. ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻ പോകുന്നത് കേട്ടോ. സൺഫ്ലവർ അല്ല, അങ്ങനെ തോന്നുന്ന പോലത്തെ ഒരു ഫ്ലവർ ആണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. ഗ്രീനും യെല്ലോയും അങ്ങനെയുള്ള ഒരു കോമ്പിനേഷനിലാണ് പ്രിന്റ് പോകുന്നത്. അപ്പൊ പ്രിന്റിന്റെ കളറിന് മാച്ച് ചെയ്യാവുന്ന പോലെ കുറച്ചും കൂടി ക്രീം കളർ കൂടിയിട്ടുണ്ട് ഈ ബേസ് കളറിന്, ഫാബ്രിക്കിന്റെ ബേസ് കളറിന്. പ്രൈസ് 119 തന്നെയാണ്. ഇതിന്റെ തന്നെ രണ്ട് പ്രിന്റും കൂടെ അവൈലബിൾ ആണ്, 2 കളറും കൂടെ അവൈലബിൾ ആണ്. പിങ്കും ഗ്രീനും കൂടെയുള്ള കോമ്പിനേഷനിലാണ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത്. ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം. ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻ എല്ലാം പോകുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആയിട്ടുള്ള കോമ്പിനേഷനിലാണ് കേട്ടോ. ലാസ്റ്റ് വൺ വന്നിട്ടുള്ളത് ബ്ലൂവും ഗ്രീനും കൂടി ആയിട്ടുള്ള കോമ്പിനേഷനിലാണ്. അപ്പോൾ ഇതും ക്രീം തന്നെയാണ്, ക്രീം കളറിനകത്തേക്കാണ് ഇതൊക്കെ കയറിയിട്ടുള്ളത്. നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻ എല്ലാം തന്നെ വരുന്നത്. പിന്നെ കണ്ടത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറിലുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷൻ ആണ്. ക്രീം കളറിലാണ് ഡിഫറെന്റ് പ്രിന്റുകൾ ഉണ്ടായിരുന്നു, കളേഴ്സ് ഉണ്ടായിരുന്നു. ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവര് 8891060225 കോൺടാക്ട് ചെയ്യണേ. കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.